നമസ്കാരം കൂട്ടുകാരെ. നമ്മുടെ നിത്യതയിലെ അധ്യാപകരായ ഈ 6 മക്കൾക്കും അവരവരുടേതായ കുറേയേറെ കഴിവുകളും സവിശേഷതകളും ഉണ്ട്. സിദ്ധിമോള് വളരെ മികച്ച ഒരു ചിത്രകാരിയാണ്. അപ്പൊ സിദ്ധിമോളെ കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിക്കട്ടെ? ഓക്കെ. അപ്പൊ സിദ്ധിമോൾക്ക് എങ്ങനെയാണ് ഈ ചിത്രരചനയോട് ഇത്രയും കമ്പമായത്? അത് സത്യം പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിലോ ആരും അങ്ങനെ പടം വരയ്ക്കുന്നവരായിട്ടില്ല. ഞാൻ കുഞ്ഞിലെ ഒരുപാട് സമയം മീൻസ് കൂടുതലും ഒറ്റയ്ക്കൊക്കെ ആയിരുന്നു. കുഞ്ഞിലെ അത് ഏകാന്തവാസിയായിരുന്നു ഞാൻ. ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അപ്പോൾ ആ ടൈമിങ്ങിൽ ഞാനിങ്ങനെ ചുമ്മാ ഒരു ഇത് തോന്നി വരച്ച് തുടങ്ങിയതാ. വരച്ച് ചെയ്തെടുത്ത. ഞാനങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. BFA അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻട്രൻസ് ഫൈൻ ആർട്സിന്റെ ഡിഗ്രി. പക്ഷെ കിട്ടിയില്ല. അപ്പോൾ അതിന്റെ കോച്ചിങ്ങിനായിട്ട് ടിൻഡ് അക്കാഡമിയിൽ പോയിട്ടുണ്ട്. വാട്ടർ കളർ അത്യാവശ്യം ഈ ചെയ്യുന്ന മീഡിയത്തിൽ ഏറ്റവും പാട് വാട്ടർ കളറാണ്. അപ്പൊ അത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്യാം. പിന്നെ പെയിന്റിങ്, അക്രിലിക് പെയിന്റിങ് ആണ് ഈ ചെയ്തേക്കുന്ന എല്ലാം. എവിടെ നോക്കട്ടെ? അക്രിലിക് പെയിന്റിങ് അത്യാവശ്യം. പിന്നെ ഓയിൽ പെയിന്റിങ് ഞാൻ വലുതായിട്ട് ചെയ്തിട്ടില്ല. അത് ഒരുപാട് ടൈം എടുക്കും. മീൻസ് ഓരോ ലെയറും ഡ്രൈ ആയി വരാനൊക്കെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. നമ്മുടെ നിത്യതയെ ആദ്യമായിട്ട് രൂപകൽപ്പന ചെയ്തത് നമ്മുടെ സിദ്ധിമോളാണ്. ഇങ്ങനെ ഞാൻ എൻ്റെ മനസ്സിലെ ഐഡിയ പറഞ്ഞു, പാർവതിക്ക് കൊടുത്ത ഒരു രൂപമാണിത്. അതുപോലെ ഞങ്ങൾക്ക് 6 പേർക്ക് ഇത് കണക്ക് നിത്യതയോടുള്ള ചെറിയ ക്യാൻവാസിലായിട്ടും സിദ്ധിമോള് തയ്യാറാക്കി തന്നിട്ടുണ്ട്. മോൾക്ക് നൃത്തമാണോ അതോ ചിത്രരചനയാണോ കൂടുതൽ താല്പര്യമുള്ളത്? ചോദിച്ചാ അല്പം കട്ടയായിട്ടുള്ള അങ്ങനെയല്ല, അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട്. ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ പ്രാണന. അതില്ലാണ്ട് എനിക്ക് പറ്റൂല. പക്ഷെ ഇത് മീൻസ് ഇങ്ങനെ ഒഴിവ് സമയങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദം അല്ലെങ്കിൽ ആസ്വാദനം ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിൽ. സിദ്ധിമോളുടെ ചെറിയൊരു മുഖച്ചായല്ലേ? ഇച്ചിരി ഇൻട്രോവേർട്ട് ആയിരുന്നു. എനിക്ക് കൂടുതലും ഒറ്റയ്ക്ക് ഇരിക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ അങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഡ്രോയിങ് ചെയ്യുമ്പോൾ ആ സമയത്ത് മീൻസ് ഭയങ്കര ഒരുതരം ശാന്തത, സമാധാനം, ആ ഒരു കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ഡ്രോയിങ് നിന്ന് കിട്ടും. എന്നാ ഡാൻസിൽ വരുമ്പോൾ ഞാൻ ഭയങ്കര വാചാലയാവുകയും മീൻസ് എക്സ്ട്രോവേർട്ട് ആവുകയും ചെയ്യും. അതായത് രണ്ടിന്റെ എക്സ്ട്രീം ആണ്. ഒന്ന് അങ്ങേയറ്റം സൈലൻസും ശാന്തതയും, ഇപ്പുറത്ത് വയലൻസും ഡാൻസും. ഇത് സിദ്ധി, അഭിരാമി, മീനാക്ഷി, ജന, ശ്രീലക്ഷ്മി, അത് ഔട്ട്ലൈൻ ഇട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കണമല്ലോ സിദ്ധിമോളെ. നമ്മുടെ കുടുംബമാണ്. എന്റെ ഒരു പ്രശ്നമാണത്. ഞാനിങ്ങനെ ആവേശത്തിന്റെ പുറത്ത് ഔട്ട്ലൈൻ ഇട്ട് വെക്കും. എന്നിട്ട് പിന്നെ എനിക്ക് മടി വരും, അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടും. നമ്മുടെ വിദ്യാപീഠം സെക്ഷനിലൊക്കെ ഒരുപാട് ഉപകാരം വരുന്നില്ലേ ഈ ക്ലാസ്സുകൾ? ചെയ്യണം എന്നുണ്ട്. സത്യം പറഞ്ഞാൽ ചെയ്യണമെന്ന് വെച്ച് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ സമയത്തിന്റെ അതും, അതുപോലെ ഞാനിപ്പോ ചിത്രരചന ബേസ് ഒരു ഇച്ചിരി ഗ്യാപ്പ് വന്നേക്കുക. അതായത് ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ടും ഗ്യാപ്പ് വന്നേക്കാം. അപ്പൊ ഒന്ന് പൊടി തട്ടി എടുത്തതിന് ശേഷം അത് ചെയ്തെടുക്കണമെന്ന് തന്നെയാണ് മനസ്സിൽ. തീർച്ചയായിട്ടും നല്ലത്. ഇതിൽ തന്നെ വരും. എനിക്ക് ആക്ച്വലി ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ എന്റെ ഫാമിലി എല്ലാവരും ഇത് വരയ്ക്കും. സിദ്ധിന്റെ കൂടെ എന്റെ ചേട്ടനൂടെ പോയിട്ടുണ്ടായിരുന്നു പഠിക്കാനായിട്ട്. അങ്ങനെ പിന്നെ ചേട്ടൻ അതിലോട്ടായി. ഇപ്പൊ BFA MFA ഒക്കെ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ മീൻസ് നല്ല പടങ്ങള് നമുക്ക് ക്ലാസ് ഒക്കെ തുടങ്ങി നല്ല രീതിക്ക്. മുന്നേ ഒരു ചാനലൊക്കെ, ഒരു പേജ് ഒക്കെ ഉണ്ടായിരുന്നു. കമ്മീഷൻ വർക്ക് ഒക്കെ ചെയ്യുമായിരുന്നല്ലേ? ക്യാഷ് ഉണ്ടാക്കി. ഒരുപാട് ടൈം എടുക്കും. ഇതൊക്കെ വീട്ടിലും ഇരിപ്പുണ്ട് ഇത് കണക്കത്തെ കൊറേ.
കാര്യം ചേട്ടൻ വരയ്ക്കുന്നതിന്റെ അപ്പൊ അറിയാം ഒരുപാട് സമയം ഇരുന്ന് രാത്രിയൊക്കെ ഇരുന്ന് വരയ്ക്കുന്ന എനിക്ക് അറിയാൻ പറ്റും. ഒരുപാട് കാര്യത്തിനും രൂപം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും അതെ വലിയ അതെ തീർച്ചയായും. പിന്നെ അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു വലിയ മീൻസ് അങ്ങനെയുള്ള കഴിവ്. അതെ അതെ നല്ല ഇഷ്ടമാണ് അത് പറയുന്നത് നമുക്കൊന്നും ഇഷ്ടമല്ല. അങ്ങനെയല്ല, എനിക്ക് എന്റെ ഇഷ്ടമുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. അതുകൊണ്ട് സിദ്ധിയുടെ ശിഷ്യയാണ് ഞാൻ. തുടങ്ങിയിട്ടുണ്ട്, ഞാൻ ദക്ഷിണ കൊടുത്ത് തുടങ്ങിയിട്ട്. പിന്നെ നമുക്ക് 2 പേർക്ക് സമയമുള്ളത് കൊണ്ട് അത് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയി. പക്ഷേ ചോദിച്ചൊക്കെ ഞാൻ നല്ലതായിട്ട് പടം വരയ്ക്കൂലേ? നന്നായിട്ട് വരയ്ക്കും, നല്ല ശിഷ്യയാണ്. ആദ്യം വരയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇത് എന്തൊരു വൃത്തികേടായിരുന്നു, ഞാൻ വരച്ചോട് പറയല, അത്ര വൃത്തികേടായിരുന്നു. പക്ഷേ കുറച്ച് ടൈമിങ് ഞാൻ സിദ്ധിയുടെ അടുത്ത് പോയി നിന്ന് അത്ര നന്നായിട്ട് പറഞ്ഞു തരും. എല്ലാ പേരും ചേച്ചി അതിനൊരു എല്ലാ കാര്യങ്ങളും ചെയ്തു, നമ്മൾ അതിനു വേണ്ടി വിയർപ്പും രക്തവും എല്ലാം കൊടുത്തെങ്കിൽ പോലും അതിന്റെ ഒരു രൂപം ചെയ്യാന്ന് വെച്ചാല് അത് അത്ര വലിയ കാര്യമല്ലേ. ഇപ്പൊ നമുക്ക് നിത്യതി എന്ന് കണ്ട ഈ ഒരു പിക്ചറായി വരത്തുള്ളൂ. അതായത് ചേച്ചിക്ക് കൊടുത്തതിൽ ചേച്ചിക്കുള്ള മൈനസും പോസിറ്റീവും എല്ലാം ഉണ്ടായിരിക്കും. എനിക്ക് തന്നതിൽ എനിക്കുള്ള മൈനസും ആ കണ്ണിൽ അതിങ്ങനെ കൃത്യമായിട്ടുണ്ട്. വിഷമിച്ചാണ് അതിന്റെ മുന്നിൽ പോയിരിക്കുന്നെങ്കിൽ ആ കണ്ണിൽ ആ വിഷമം കാണും, സന്തോഷം കാണും, ചെറിയൊരു ഇറിറ്റേഷൻ കാണും, എല്ലാം അതിൽ മാറി മാറി ഇങ്ങനെ വരും. അപ്പൊ അതിനൊരു നമുക്ക് തന്നെ ഒരു പ്രത്യേക ഒരു എനർജി തോന്നും. അതെ അതെ, ഇത് എന്റെ മനസ്സിലൊരു ഭാവനയ്ക്ക് അനുസൃതമായിട്ട് ചെയ്തത്. പക്ഷെ ഞാൻ എന്താണോ ഭാവനയിൽ കണ്ടത് അത് ഒരുപാട് വർഷമായി, ഒരു 5 വർഷമായി. ഇതിൽ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കണ്ണ് കാരണം ഒരു തെറ്റ് പോലും ചെയ്യാൻ ഒക്കൂല. ഇങ്ങനെ എല്ലാ കാര്യവും കൃത്യമായിട്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നെന്ന് വെച്ചോ, ഒരു കത്തലാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ അവിടെ ഒരു കഥ. അത് പറഞ്ഞ ആർക്കും അതാരും വിശ്വസിക്കത്തില്ല. എന്തെങ്കിലും ഒരു ഈ കണ്ണിങ്ങനെ ഇങ്ങനെ വരും. അത് എല്ലാ ദിവസവും കാണുന്നത് കൊണ്ടായിരിക്കാം. അപ്പൊ അതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് സിദ്ധിയുടെ ഈ കരങ്ങളാണ്. അതെ, കുഞ്ഞിക്കൈ കള്ളവും സത്യവും ഒക്കെ കണ്ടിരിക്കുക. ഈ ഒരു കലാക്ഷേത്രത്തില് ഒരു അധ്യാപികയായി എത്തിയ സിദ്ധിമോൾക്ക്, അല്ലെങ്കിൽ അധ്യാപികയെ തുടരുന്ന സിദ്ധിമോൾക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയൊരു കഴിവാണ് ഈ ഒരു തലം. ഇതിനെ നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം. കംപ്ലീറ്റ് ചെയ്തില്ല, എല്ലാം ഇങ്ങനെ ചെയ്ത് പോവാണ്. കുഞ്ഞു കുഞ്ഞായിട്ട് ഔട്ട്ലൈൻ ഇട്ടിട്ട് ടൈം കിട്ടുമ്പോ ഞാനിങ്ങനെ ഔട്ട്ലൈൻ ഇട്ടങ്ങ് വെക്കും. എന്നിട്ട് കുറേശ്ശെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക, അങ്ങനെ ചെയ്യുക. അപ്പൊ നല്ലൊരു ചിത്രകാരിയും കൂടെ ആയിട്ട് നമ്മുടെ കൂട്ടുകാരുടെ മുന്നിലേക്ക് ഇനിയും വരണം. ഓക്കെ അല്ലേ? നിങ്ങളുടെ സഖി എത്തില്ലേ? ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടൂടെ വരുമെന്ന് പറഞ്ഞ് ടാറ്റാ പറഞ്ഞു എത്തും. ശരി, അതുവരേക്കും ടാറ്റാ.